വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇത് ഞാൻ പെരുന്നാളിന് എടുത്തു വെച്ച വീഡിയോ കേട്ടോ. അപ്പം ഇപ്പോഴാണ് എഡിറ്റ് ചെയ്ത് എനിക്ക് വോയിസ് ഒക്കെ കൊടുത്ത് ഇടാൻ സമയം കിട്ടിയത്. ഒരു കുട്ടി വ്ളോഗാട്ടോ. അപ്പോൾ രാവിലെ പെരുന്നാളിന് ഞങ്ങളുടെ വീട്ടിൽ കഴിക്കാൻ വേണ്ടിയിട്ട് ദോശയും ചിക്കൻ വറുത്തതും ബീഫും ആയിരുന്നേ. അപ്പോൾ അതൊക്കെ കഴിച്ചിട്ട് ഉച്ചക്കത്തേക്ക് ഉള്ള കാര്യങ്ങളൊക്കെ വേഗം ഉമ്മ സെറ്റാക്കി. കാരണം ഞങ്ങളുടെ വീട്ടിൽ നിന്ന് കുറച്ച് വിരുന്നുകാരുണ്ട്. ഇതെൻ്റെ കസിൻസാ. പിന്നെ എൻ്റെ ഉമ്മച്ചുമ്മായി വരുന്നുണ്ട്, മാമി വരുന്നുണ്ട്. അപ്പം പെരുന്നാളായിട്ട് എല്ലാവരും ഇന്നുണ്ട്. ഹാപ്പി കേക്ക് കൊണ്ടുവന്നു. വന്നില്ലമ്മ ഇതില് ഹാപ്പി ബർത്ത്ഡേ ഉച്ചയൊക്കെ ആവാറായപ്പോഴത്തേന് എല്ലാവരും വന്നു കേട്ടോ. അപ്പോൾ എല്ലാവരും കൊണ്ടുവന്നതിൻ്റെ പങ്ക് ഇച്ചുവിന് കൊടുക്കുക. ഇച്ചു വന്നപ്പോഴേ എൻ്റെ ഉമ്മാട് ഉമ്മ കേട്ടോ, എൻ്റെ ഉമ്മച്ചി ഉമ്മ, അവൻ കേക്ക് വേണമെന്ന് പറഞ്ഞു. ഈ കേക്കിന് ഹാപ്പി കേക്ക് എന്നാണ് പറഞ്ഞത്. അവന് കേക്ക് വേണമെന്ന് പറഞ്ഞാൽ കേക്കൊക്കെ എടുത്തു കൊടുത്ത് മിഠായിയൊക്കെ കൊടുത്ത് പിന്നെ കുറേ നേരം അവൻ്റെ കൂടെ കാര്യം പറഞ്ഞിരിക്കും കേട്ടോ. ഇച്ചു ആരെങ്കിലും ഉമ്മ ചോദിച്ച് അങ്ങനെ കൊടുക്കത്തില്ല. അവൻ്റെ തലയെ കൊടുക്കുന്നത്, അതങ്ങനെ കുനിഞ്ഞിരിക്കുന്നത്, തലയിൽ ഉമ്മ തരാൻ വേണ്ടിയിട്ട് കൊടുക്കും. ചിലർക്കൊക്കെ കവളിൽ ഉമ്മ കൊടുക്കാനായിട്ട് സമ്മതിക്കത്തുള്ളൂ. അങ്ങനെ കുറേ നേരം അവൻ്റെ കൂടെ കാര്യം പറഞ്ഞിരുന്നതിന് എല്ലാവരുമായിട്ടിരുന്ന് വന്നിരുന്ന് ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അങ്ങനെ അങ്ങ് ഇരിക്കുകയായിരുന്നു. ഇച്ചുവിനെയായിരുന്നു എല്ലാവരും വട്ടം ചുറ്റി നിന്നത്. ചുമ്മിക്ക് മുട്ടായി ഇറങ്ങാൻ തരും. കന്ന് ഒരു സ്റ്റിക്കേഴ്സ് ഉണ്ടോ? ഇത് കൊറേ ആയല്ലോ, ചോറ് തിന്നണം. പക്ഷെ എല്ലാരും കൊടുക്കുന്നുണ്ട്. ഉമ്മച്ചുമ്മ കൊണ്ടുവന്ന് ഇച്ചുവിന് മുറുക്കും കേക്കും ഒക്കെ കൊടുത്തപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കൊന്നും ഇല്ലയെന്ന് കൊണ്ടുവന്നില്ലയെന്ന് ചോദിച്ച് ഞാൻ അടുക്കളയിലോട്ട് പോയപ്പോൾ എനിക്ക് ചക്ക ഭയങ്കര ഇഷ്ടം. എനിക്ക് അങ്ങനെ ചക്ക വൃത്തിയാക്കി നിനക്ക് കൊണ്ടുവന്നു പറഞ്ഞ് ചക്കയും പിന്നെ കൊണ്ടുവന്നതിൽ നിന്ന് കുറച്ച് പലഹാരമൊക്കെ എനിക്ക് എടുത്തു തരും. വീട്ടിൽ രാവിലെ അപ്പം ഉണ്ടാക്കിയപ്പം അതും ബാക്കി വന്നത് അതും കൊണ്ടുവന്നെന്ന് പറഞ്ഞ് എന്നെ ഞാൻ ഇലയിലെടുത്ത് കാണിക്കുക. ഉച്ചയൊക്കെ ആയപ്പോഴത്തേന് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടിരുന്ന് എല്ലാവരുടെ തറയിലിരുന്ന് ഇലയൊക്കെ വെട്ടി കാര്യമൊക്കെ പറഞ്ഞ് നല്ല രസമായിരുന്നു കേട്ടോ. ഫുഡൊക്കെ കഴിച്ച് ഇച്ചു ഇലയൊക്കെ ഇങ്ങനെ ഇട്ടിരുന്നാലും ചോറ് കൊണ്ടുവരാൻ നേരത്ത് അവൻ പറഞ്ഞ് അവന് ചോറ് വേണ്ടെന്ന്. പിന്നെ ഞങ്ങളെല്ലാം ഇരിക്കുന്ന കണ്ടിട്ട് അവനും കുറേ നേരം ഇരുന്ന് ഞാൻ കഴിച്ച് കഴിഞ്ഞിട്ട് അവന് ചോറ് വാരി കൊടുത്ത് ചോറൊക്കെ കഴിച്ചിട്ട് ഞങ്ങളെല്ലാവരും ഒന്ന് കിടന്ന് ഉറങ്ങി കേട്ടോ. ഉച്ചയാകുമ്പോഴത്തേന് എല്ലാവരും ഒന്ന് ഉറങ്ങും. ഇച്ചും കിടന്ന് ഉറങ്ങി എഴുന്നേറ്റപ്പോഴത്തേന് എൻ്റെ അത്ത ഐസ്ക്രീമും കൊണ്ടുവന്നു. അത് കഴിക്കുക. വൈകിട്ടായപ്പോഴത്തേന് എല്ലാവരും കൂടി ഇരുന്ന് ഐസ്ക്രീം കഴിക്കുക. എല്ലാവരോടും വരുമ്പോൾ ഭയങ്കര ബഹളമാട്ടോ. വീട്ടിലൊക്കെ നല്ല രസമാണ്. എല്ലാവരോടും ഇങ്ങനെ ഇരിക്കുമ്പോഴും കാര്യം പറയും, ഫുഡൊക്കെ കഴിക്കാൻ എല്ലാവരും ഉണ്ടെങ്കിൽ നല്ല രസമാണ്. അങ്ങനെ കുറേ നേരം ഇരുന്ന് ഓരോരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അങ്ങനെ അങ്ങ് സമയം പോകും. അങ്ങനെ അവർ കൊണ്ടുവന്ന ചക്ക ഞങ്ങൾ വൈകിട്ട് അരിഞ്ഞ് വറുത്ത് കേട്ടോ. ഇന്നും അങ്ങനെ വൈകിട്ട് വലിയ മഴയില്ലായിരുന്നു. മഴയൊന്ന് ചെറുതായിട്ടൊക്കെ ഒന്ന് തോന്നിക്കുമായിരുന്നു. ആ സമയത്ത് ഞങ്ങൾ ചായ ഒക്കെ ഇട്ട് സിറ്റ് ഔട്ടിലിരുന്ന് പൊരിപ്പൊക്കെ മേടിച്ചിട്ട് വന്ന് ചായ ഇട്ട് കഴിക്കുക. ഇത് ഞങ്ങളുടെ വീട്ടിന് അടുത്ത വീട്ടിലൊരു അക്കായ കേട്ടോ അവിടെ ഇരിക്കുന്നത്. ചായയൊക്കെ കുടിച്ചിട്ട് ഞങ്ങളൊന്ന് വൈകിട്ട് ചുമ്മാ എല്ലാവരോടും ഒന്ന് പുറത്തോട്ടൊക്കെ ഒന്ന് ഇറങ്ങി. ഞങ്ങളുടെ വീടിന് അടുത്ത് തന്നെയുള്ള ഒരു ആറാട്ടോ. അങ്ങോട്ടേക്ക് ചുമ്മാ വന്നതാണ് വണ്ടിയും കൊണ്ട്. അപ്പം ഒരു മാമൻ അവിടെ ഇരുന്ന് മീൻ പിടിക്കുമായിരുന്നു. അപ്പം മീൻ പിടിച്ചതിന് കയറിയതിന് ശേഷം ഞങ്ങളൊന്ന് പറഞ്ഞ് മീൻ കാണിക്കുക. ഞങ്ങൾ വരുന്ന വഴിയിൽ സിപ്പൊക്കെ മേടിച്ച് കഴിച്ച് പിന്നെ കുറേ നേരം അങ്ങനെയൊക്കെ തിന്നിട്ട് സന്ധ്യയായപ്പോൾ വീട്ടിൽ വന്ന് ഒരെണ്ണം മതി. ഇത് ഉമ്മിക്ക് അത് ഇച്ചുവിന് മതിയോ? രാവിലെ മുറിച്ചിന്റെ ബാക്കി പൈനാപ്പിളൊക്കെ ഇവിടെ ഇരിപ്പുണ്ടായിരുന്നു. പിന്നെ അതൊക്കെ ചെത്തി എല്ലാവർക്കും കഴിക്കാനൊക്കെ കൊടുത്ത് ഇവർ മൂന്നുപേരും എപ്പോഴും ഫോണിൽ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുക. ഇത്രയേ ഉള്ളൂ കേട്ടോ എൻ്റെ ചെറിയൊരു വ്ളോഗ്. വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം. അപ്പൊ എത്രയേ ഉള്ളൂ.